ഈശ്വരനോട് സംസാരിക്കാനുള്ള രഹസ്യവിദ്യ. സ്വാമി വിവേകാനന്ദൻ തന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസരെ ആദ്യമായി കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചു: ദൈവത്തെ നേരിട്ടു കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ശ്രീരാമകൃഷ്ണന്റെ മറുപടി അതിവേഗത്തിലായിരുന്നു: നിനക്കും കാണാനാകും. ഇപ്പോൾ നമ്മൾ കാണുന്നതും സംസാരിക്കുന്നതും പോലെ തന്നെ. 5 വർഷത്തോളം നീണ്ട പലതരത്തിലുള്ള ശിക്ഷണങ്ങളിലൂടെ പരമഹംസർ വിവേകാനന്ദനെ ഈശ്വര സാന്നിധ്യം അനുഭവിപ്പിച്ചു. ആ കഥ മറ്റൊരു വീഡിയോയിലൂടെ വിശദമായി പറയാം. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് ഈശ്വരന്റെ സാന്നിധ്യം അനുഭവിക്കാനും ഈശ്വരനോട് സംസാരിക്കാനുമുള്ള ഒരു എളുപ്പവിദ്യയെ പറ്റിയാണ്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു പാചകക്കാരനാണ്. ഈശ്വര സാന്നിധ്യം എന്ന രുചികരമായ വിഭവം നമുക്ക് പറഞ്ഞു തന്ന ഇദ്ദേഹം ഒരു അടുക്കള ജോലിക്കാരനായിരുന്നു. ബ്രദർ ലോറൻസ് എന്ന പേരിൽ പ്രശസ്തനായ ഇദ്ദേഹം പറഞ്ഞുതരുന്ന രഹസ്യവിദ്യയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുൻപ് ഒരു പ്രധാന കാര്യം: എല്ലാ മതങ്ങളും ഒരേ ദൈവത്തിലേക്കുള്ള വഴിയാണ് എന്ന് നമ്മെ പഠിപ്പിച്ച മഹാഗുരുക്കന്മാരുടെയും വിശുദ്ധ ജീവിതങ്ങളുടെയും കഥകളും ഉപദേശങ്ങളുമാണ് ഈ ചാനലിലൂടെ പറയുന്നത്. എല്ലാ വീഡിയോകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈശ്വരനെ അനുഭവിക്കാനുള്ള രഹസ്യവിദ്യയിലേക്ക് വരും മുൻപ് ബ്രദർ ലോറൻസിനെ പരിചയമില്ലാത്തവർക്കായി അദ്ദേഹത്തിന്റെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് വേഗത്തിൽ പറയാം. ലോറൻസിന്റെ കത്തുകളും സംഭാഷണങ്ങളും അടങ്ങുന്ന ചെറുപുസ്തകം ശ്രീരാമകൃഷ്ണ മഠത്തിലെ സ്വാമി സിദ്ധിനാഥാനന്ദ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. 17ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ ലൊറെയ്നിൽ ജീവിച്ചിരുന്ന നിക്കോളാസ് ഹെർമാനാണ് പിന്നീട് ബ്രദർ ലോറൻസ് ആയി മാറിയത്. 18ാം വയസ്സിൽ പട്ടാളത്തിൽ ജോലിക്കു കയറിയ നിക്കോളാസിന് കാലിനു പരിക്കേറ്റതോടെ പട്ടാള ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. മുടന്തനായി മാറിയ നിക്കോളാസ് ആർക്കും പ്രയോജനമില്ലാത്ത തന്റെ ജീവിതത്തെക്കുറിച്ചോർത്ത് എപ്പോഴും നിരാശപ്പെട്ടിരുന്നു. തന്റെ പൂർവ്വകാല ജീവിതത്തെക്കുറിച്ചുള്ള കുറ്റബോധം അദ്ദേഹത്തെ അലട്ടി. അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചത് ഇലകൾ കൊഴിഞ്ഞ ഒരു മരമായിരുന്നു. ഇലകളെല്ലാം പൂർണ്ണമായി കൊഴിഞ്ഞ ഒരു മരം അദ്ദേഹം കണ്ടു. ആ മരത്തിലേക്ക് നോക്കി നിൽക്കെ അദ്ദേഹം ഇങ്ങനെ ഓർത്തു: ഈ മരത്തിൽ ഇപ്പോൾ ഇലകളൊന്നുമില്ല. പക്ഷേ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഈ മരം തളിരിടും. ഇലകൾ വളർന്നു പന്തലിക്കും. പൂക്കളും പഴങ്ങളും ഉണ്ടാകും. അത് എല്ലാവരും ആസ്വദിച്ചു കഴിക്കുകയും ചെയ്യും. ഒരു മരത്തെ ഇങ്ങനെ പരിപാലിക്കുന്ന ഈശ്വരൻ തന്നെയും ഇങ്ങനെ തന്നെ പരിപാലിക്കും എന്നൊരു വിശ്വാസം പെട്ടെന്ന് ലോറൻസിന്റെ ഉള്ളിൽ ഉണ്ടായി. ലോറൻസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: പ്രഭോ, എന്നെ തനിച്ചുവിട്ടാൽ ഞാൻ തെറ്റിൽ ചെന്നു വീഴും. ഞാൻ വീഴാതെ നോക്കേണ്ടത് അങ്ങാണ്. ഇനിയുള്ള കാലം ഈശ്വരനൊപ്പം ജീവിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഏകാന്തവാസമാണ് അദ്ദേഹം ആദ്യം തിരഞ്ഞെടുത്തത്. പക്ഷേ ഏകാന്തവാസം തനിക്ക് യോജിച്ചത് അല്ലെന്ന് അദ്ദേഹത്തിന് വേഗം മനസ്സിലായി. പിന്നീട് പാരീസിലെ കാർമലൈറ്റ് സന്യാസി സഭയിൽ ചേർന്നു. അവിടെ പാചകക്കാരനായി ജോലി കിട്ടിയ നിക്കോളാസിന് ബ്രദർ ലോറൻസ് എന്നു പേര് നൽകപ്പെട്ടു. കർശനമായ സന്യാസ സഭാനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. താൻ ചെയ്യുന്ന തെറ്റുകൾക്ക് അവിടെ കനത്ത ശിക്ഷ ലഭിക്കുമെന്നും പീഡനങ്ങൾ സഹിക്കേണ്ടി വരും എന്നും അദ്ദേഹം പ്രതീക്ഷിച്ചു. എന്നാൽ വേദനകൾ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തിന് ആനന്ദം മാത്രമാണ് ദൈവം നൽകിയത്. സർവവും ഈശ്വരന് സമർപ്പിച്ച് ഈശ്വരന്റെ സാന്നിധ്യം അനുഭവിച്ച് തന്റെ ശിഷ്ടകാലം ജീവിച്ച ലോറൻസ് എപ്പോഴും ആഹ്ലാദവാനായിരുന്നു. കാരണം ഈശ്വരനെ അനുഭവിക്കാനുള്ള രഹസ്യവിദ്യ അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. ആ രഹസ്യവിദ്യയിലേക്ക് നമുക്കും കടക്കാം. തന്നോട് ഉപദേശം ചോദിക്കുന്നവരോടെല്ലാം ലോറൻസ് ആ വിദ്യ പറഞ്ഞുകൊടുക്കുമായിരുന്നു. എപ്പോഴും ഈശ്വരനോട് ഒപ്പം ജീവിക്കാൻ എന്താണ് വഴി? ഇങ്ങനെ ചോദിക്കുന്നവരോട് ലോറൻസ് പറയുന്ന മറുപടി ഇതായിരുന്നു: ഈശ്വരനെ സ്നേഹിക്കണം. അപ്പോൾ അടുത്ത ചോദ്യം: ഈശ്വരനെ സ്നേഹിക്കാൻ എന്തു ചെയ്യണം? മറുപടി:
ഈശ്വരനിൽ വിശ്വസിക്കണം. ചോദ്യം: ഈശ്വരനിൽ വിശ്വാസം ഉറയ്ക്കാൻ എന്തു ചെയ്യണം? ചെയ്യുന്ന എല്ലാ ജോലികളും ഈശ്വരനു വേണ്ടി എന്ന പോലെ ചെയ്യുക. പിന്നെയും സംശയം ചോദിച്ചവരോട് ഈശ്വരന്റെ സാന്നിധ്യം അനുഭവിക്കാൻ താൻ കണ്ടെത്തിയ കുറുക്കുവഴി അദ്ദേഹം പറഞ്ഞുകൊടുത്തു. അത് ഇതായിരുന്നു: കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും നമുക്ക് ഈശ്വരനു വേണ്ടി എന്നപോലെ ചെയ്യാം. ഞാൻ അടുപ്പിൽ അപ്പം ചുടുമ്പോൾ അത് ഈശ്വരനു വേണ്ടി ചുടുന്നതാണ് എന്ന് വിചാരിക്കും. മുറ്റത്ത് കിടക്കുന്ന ഒരു ഇല എടുത്തുമാറ്റി അവിടം വൃത്തിയാക്കുമ്പോൾ പോലും അത് ഈശ്വരനു വേണ്ടി ചെയ്യുന്നതാണെന്ന് ഞാൻ കരുതും. നിങ്ങളും ഇങ്ങനെ ചെയ്യുക. എപ്പോഴും ഈശ്വരനോട് സംസാരിക്കാൻ ശീലിക്കുക. ആദ്യമൊക്കെ മനസ്സിനെ ഇതിനായി നിർബന്ധിക്കണം. നമ്മുടെ ചിന്തകളെ ഈശ്വരനുമായുള്ള സംഭാഷണമാക്കി മാറ്റണം. രോഗങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ ഈശ്വരനു വേണ്ടി ക്ലേശം സഹിക്കാൻ ഒരു അവസരം കിട്ടിയല്ലോ എന്നോർത്ത് സന്തോഷത്തോടെ അത് അനുഭവിക്കുക. എന്തു കാര്യം ചെയ്യുമ്പോഴും ലോറൻസ് ഈശ്വരനോട് ഇങ്ങനെ പറയുമായിരുന്നു: എന്റെ കൂടെയുണ്ടാവണേ, ഇല്ലെങ്കിൽ ഞാൻ തെറ്റായി ചെയ്തു പോകും. എല്ലാം ഭംഗിയായി ചെയ്യാനായാൽ ഈശ്വരനോട് അദ്ദേഹം നന്ദി പറയും. ചെയ്യുന്നത് ശരിയാകാതെ വന്നാൽ ഈശ്വരനോട് മാപ്പ് ചോദിക്കും. ഇനിയും എനിക്ക് പിഴവുകൾ വരാതെ നോക്കണേ എന്ന് പറയും. ഈശ്വരനോട് എങ്ങനെ സംസാരിക്കാം? ലോറൻസ് പഠിപ്പിച്ച വിദ്യ ചുരുക്കി പറയാം. ഇത് ശീലമാക്കിയാൽ നമുക്കും ലോറൻസിനെ പോലെ ഈശ്വര സാന്നിധ്യം അനുഭവിക്കാനാകും. ഇതിന് ആദ്യമായി വേണ്ടത് ജീവിത പരിശുദ്ധിയാണ്. ഈശ്വരൻ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നുവെന്ന് കരുതുക. സ്വയം ഓരോന്ന് ചിന്തിക്കുന്നത് അവസാനിപ്പിച്ച് ചിന്തകൾ ഈശ്വരനോട് സംസാരിക്കുന്നത് പോലെയാക്കുക. എഴുന്നേൽക്കുമ്പോൾ, ജോലികൾ ചെയ്യുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, അങ്ങനെ എപ്പോഴും അടുത്തുള്ള ഈശ്വരനോട് സംസാരിക്കുക. ഈശ്വരൻ ഇഷ്ടമില്ലാത്തത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ഒഴിവാക്കുക. പ്രാർത്ഥന എന്നത് ഈശ്വരൻ അടുത്തുണ്ട് എന്ന ബോധവും ഈശ്വരനോടുള്ള സംഭാഷണവുമാണ്. ആരോ എഴുതി അച്ചടിച്ചു വച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ യാന്ത്രികമായി ഉരുവിടുന്നതിനേക്കാൾ 100 മടങ്ങ് ശക്തിയുള്ളതാണ് ഈ സംഭാഷണം. ഈശ്വരനുമായി നടത്തുന്ന നിരന്തരവും നിശബ്ദവും രഹസ്യവുമായ സംഭാഷണം തന്നെയാണ് പ്രാർത്ഥന. ഈശ്വരൻ നമ്മെ അതിയായി സ്നേഹിക്കുന്നുവെന്നും നമ്മുടെ അടുത്ത് നിൽക്കുന്നുവെന്നും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നും ഉറച്ചു വിശ്വസിക്കുക. നമുക്ക് വളരെ കുറച്ചുകാലത്തെ ആയുസ്സേ ഉള്ളൂ. ഈശ്വരനെ അടുത്ത് കിട്ടിയിട്ട് അദ്ദേഹത്തോട് സംസാരിക്കാതെ ജീവിതം അവസാനിപ്പിക്കാൻ ഇടവരരുത്. നമ്മെ സന്ദർശിക്കുന്ന ഒരു വിശിഷ്ട അതിഥിയെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്യാൻ പോകുമോ? അതു മര്യാദകേടല്ലേ? അതുപോലെ നമ്മെ സന്ദർശിച്ച ഈശ്വരനെ ഏകാകിയായി വിടരുത്. ഈശ്വരനെ ഒരിക്കലും മറക്കരുത്. കൂടെ കൂടെ അദ്ദേഹത്തെ ഓർക്കുക, അദ്ദേഹത്തോട് സംസാരിക്കുക, ഒപ്പം ജീവിക്കുക. ഈശ്വരൻ തരുന്ന ക്ലേശങ്ങൾ ഈശ്വരനു വേണ്ടി എന്ന പോലെ സഹിക്കുക. അപ്പോൾ അത് സുഖകരമായ അനുഭവമാകും. ഈശ്വരനില്ലാതെ ചെയ്താൽ അത് ദുരിതപൂർണമായിരിക്കും. ഈശ്വരൻ നിങ്ങളെ ഏത് അവസ്ഥയിൽ വച്ചിരിക്കുന്നുവോ അതിൽ തൃപ്തിപ്പെടുക. എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അതിനെപ്പറ്റി മുൻകൂട്ടി ചിന്തിച്ച് ആകുലപ്പെടരുത്. അത് ഈശ്വരനെ ഏൽപ്പിക്കുക. സർവശക്തനായ ഒരു കൂട്ടുകാരൻ നമ്മുടെ അടുത്തുള്ളപ്പോൾ എന്തിനാണ് പേടിക്കുന്നത്? ഏത് പ്രതിസന്ധിയെയും നേരിടാൻ തനിക്കൊപ്പമുള്ള ഈശ്വരൻ സഹായിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. സർവദാ സർവേശ സന്നിധിയിൽ ജീവിക്കുക. ലോറൻസിന്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു കഥയുമായി ഉടനെ വീണ്ടും കാണാം.